പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ധർമ്മശേഖരം ആരംഭിച്ച വ്യക്തി ആര്? ഉത്തരം: തീത്തോസ്. 2 കൊരിന്ത്യർ 8:6. ക്വസ്റ്റ്യൻ: നനഞ്ഞ വസ്ത്രം മുഖത്ത് വീണ് മരിച്ചതാര്? ഉത്തരം: ബെൻ ഹദദ്. 2 രാജാക്കന്മാർ 8-ാം 7-15 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഗലാത്യയിലുള്ള സഭകൾക്ക് പൗലോസ് ലേഖനം എഴുതിയിട്ടുണ്ട്. ഗലാത്യയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതിയ മറ്റൊരു ലേഖകൻ ആര്? ഉത്തരം: പത്രോസ്. 1 പത്രോസ് 1-ാം 1 വാക്യം. ക്വസ്റ്റ്യൻ: സോരിൻ്റെ നേരെ തൻ്റെ സൈന്യത്തെ കൊണ്ട് വലിയ വേല ചെയ്യിച്ചത് ആര്? ഉത്തരം: ബാബേൽ രാജാവായ നെബൂഖദ്നേസർ. യെഹെസ്കേൽ 29-ാം 18 വാക്യം. ക്വസ്റ്റ്യൻ: യഹോവ എനിക്ക് വളരെ പുത്രന്മാരെ തന്നിരിക്കുന്നുവല്ലോ. ആരുടെ വാക്കുകൾ? ഉത്തരം: ദാവീദിൻ്റെ. 1 ദിനവൃത്താന്തം 28:5. ക്വസ്റ്റ്യൻ: യെരിഹോ മതിലിന് പടിവാതിൽ വെച്ചപ്പോൾ മരിച്ചത് ആരാണ്? ഉത്തരം: ശെഗൂബ്. 1 രാജാക്കന്മാർ 16:34. ക്വസ്റ്റ്യൻ: രക്തപാതകങ്ങളുടെ പട്ടണം മുഴുവനും നിറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ? ഉത്തരം: വ്യാജവും അപഹാരവും. നഹൂം 3-ാം 1 വാക്യം. ക്വസ്റ്റ്യൻ: മലമുകളിൽ പട്ടണം പണിയാനായി 2 താലന്തിന് സ്ഥലം ഒമ്രിക്ക് കൊടുത്ത ഉടമയുടെ പേര്? ഉത്തരം: ശേമേർ. 1 രാജാക്കന്മാർ 16:4. ക്വസ്റ്റ്യൻ: ദാവീദിങ്കൽ നമുക്ക് ഓഹരിയില്ല, യിശായിങ്കൽ അവകാശമില്ല എന്ന് കാഹളമൂതി പറഞ്ഞ ബെന്യാമീന്യനായ നീചൻ? ഉത്തരം: ശേബ. 2 ശമൂവേൽ 20:1. ക്വസ്റ്റ്യൻ: പൂവാവിൻ്റെ മകനായ തോല ഏത് ഗോത്രക്കാരനാണ്? ഉത്തരം: ഇസ്സാഖാർ ഗോത്രക്കാരൻ. ന്യായാധിപന്മാർ 10:1. ക്വസ്റ്റ്യൻ: നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത് എന്ന് മകനോട് ആജ്ഞാപിച്ചു പറഞ്ഞ പിതാവാര്? ഉത്തരം: ഇസ്ഹാക്ക്. ഉൽപ്പത്തി 28:1. ക്വസ്റ്റ്യൻ: നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് ആര് ആരെക്കുറിച്ച് പറഞ്ഞു? ഉത്തരം: പരീശന്മാർ യേശുവിനെക്കുറിച്ച്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:19. ക്വസ്റ്റ്യൻ: അരാമ്യരിൽ 7000 തേരാളികളെയും 40,000 കാലാളുകളെയും നിഗ്രഹിച്ചത് ആര്? ഉത്തരം: ദാവീദ്. 1 ദിനവൃത്താന്തം 19:18. ക്വസ്റ്റ്യൻ: യിരെമ്യാവിൻ്റെ സകല വാക്കുകളെയും പോലെ നഗരത്തിനും ദേശത്തിനും വിരോധമായി പ്രവചിച്ച മറ്റൊരു പ്രവാചകൻ ആര്? ഉത്തരം: ശെമയ്യാവിൻ്റെ മകനായ ഊരിയാവ്. യിരെമ്യാവ് 26:20. ക്വസ്റ്റ്യൻ: തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ എന്ന് പൗലോസ് ലേഖനം എഴുതിയത് ആർക്ക്? ഉത്തരം: കൊലോസ്യർക്ക്. കൊലോസ്യർ 2:8. ക്വസ്റ്റ്യൻ: കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ 3 കാര്യങ്ങൾ? ഉത്തരം: ഭീതി, ക്ഷയരോഗം, ജ്വരം. ലേവ്യ 26:16. ക്വസ്റ്റ്യൻ: ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് എത്ര പേരെ? ഉത്തരം: 144,000 പേരെ. വെളിപ്പാട് 14:3-4. ക്വസ്റ്റ്യൻ: ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തത് എവിടെയിരിക്കുന്നവൻ? ഉത്തരം: സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. വെളിപ്പാട് 21:5. ക്വസ്റ്റ്യൻ: കെനയനയുടെ മകനായ സിദക്കിയാവ് ആരുടെ ചെകിട്ടത്ത് അടിച്ചു? ഉത്തരം: മീഖായാവിൻ്റെ. 1 രാജാക്കന്മാർ 22:24. ക്വസ്റ്റ്യൻ: ചിന്നിപ്പോയ ആട്ടിൻകൂട്ടം
ആകുന്നത് ആര്? ഉത്തരം ഇസ്രായേൽ. ഇരമ്യാവ് 50:17. ക്വസ്റ്റ്യൻ: ആര് എനിക്ക് അന്യരായി തീർന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്? ഉത്തരം തൻ്റെ പരിചയക്കാർ. ഇയ്യോബ് 19:13. ക്വസ്റ്റ്യൻ: പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവൻ ആര്? ഉത്തരം ശിശുവായിരിക്കുന്ന അവകാശി. ഗലാത്യർ 4:1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എങ്ങനെ നടക്കുന്നവരെ താഴ്ത്തേണ്ടതിന് യഹോവ ദൃഷ്ടി വയ്ക്കുന്നു? ഉത്തരം നിഗളിച്ച് നടക്കുന്നവരെ. 2 ശമൂവേൽ 22:28. ക്വസ്റ്റ്യൻ: ഗർഭം മുതൽ വിശ്വാസവഞ്ചകൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത് ആര്? ഉത്തരം യാക്കോബ് ഗൃഹം. യെശയ്യാവ് 48:8. ക്വസ്റ്റ്യൻ: യിരെമ്യാ പ്രവാചകൻ്റെ കഴുത്തിൽ നിന്ന് നുകമെടുത്ത് ഒടിച്ചു കളഞ്ഞ പ്രവാചകൻ ആര്? ഉത്തരം ഹനന്യാ പ്രവാചകൻ. യിരെമ്യാവ് 28:10. ക്വസ്റ്റ്യൻ: അപ്പനോടോ അമ്മയോടോ പിടിച്ചു പറിച്ചിട്ട് അത് അക്രമമല്ല എന്നു പറയുന്നവൻ ആരുടെ സഖി? ഉത്തരം നാശകൻ്റെ. സദൃശവാക്യങ്ങൾ 28:24. ക്വസ്റ്റ്യൻ: ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നത് ആര്? ഉത്തരം നീതിമാന്മാർ. സദൃശവാക്യങ്ങൾ 28:1. ക്വസ്റ്റ്യൻ: ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നു, ഇത് ഡാഷ് അല്ലോ, എന്ത്? ഉത്തരം ദുഷ്കാലം. ആമോസ് 5:13. ക്വസ്റ്റ്യൻ: സൈന്യങ്ങളുടെ യഹോവ ജ്ഞാനത്തിൽ എന്തുള്ളവനാകുന്നു? ഉത്തരം ഉത്കൃഷ്ടത. യെശയ്യാവ് 28:29. ക്വസ്റ്റ്യൻ: യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചത് ആര്? ഉത്തരം മഹാപുരോഹിതൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18:19. ക്വസ്റ്റ്യൻ: നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ഉത്തരം ഭ്രമിച്ചു പോകരുത്. മർക്കോസ് 13:7. ക്വസ്റ്റ്യൻ: ആരുടെ ആണ്ട് പോലെയുള്ള ഒരു ആണ്ടിനകം കേദാരിൻ്റെ മഹത്വമൊക്കെയും ക്ഷയിച്ചു പോകും? ഉത്തരം കൂലിക്കാരൻ്റെ. യെശയ്യാവ് 21:16. ക്വസ്റ്റ്യൻ: നദിയുടെ തീരത്ത് വെച്ച് മഹത്വം കണ്ട് കവിണ്ണു വീണതാര്? ഉത്തരം യഹസ്കേൽ. യഹസ്കേൽ 3:23. ക്വസ്റ്റ്യൻ: എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിക്കേണ്ടത് ആര്? ഉത്തരം ദാസന്മാർ. തീത്തോസ് 2:9-10. ക്വസ്റ്റ്യൻ: ആരുടെ കൈവശം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു? ഉത്തരം ഏഹൂദ്. ന്യായാധിപന്മാർ 3:15. ക്വസ്റ്റ്യൻ: ഒരു വ്യക്തിയെ അടക്കം ചെയ്യാൻ ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ആരാണ് അത്? ഉത്തരം ഈസബേൽ. 2 രാജാക്കന്മാർ 9:35. ക്വസ്റ്റ്യൻ: ഏത് മുട്ട തിന്നുന്നവൻ മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അണലിമുട്ട. യെശയ്യാവ് 59:5. ക്വസ്റ്റ്യൻ: ദുഷ്ടനെ കൃപ കാണിച്ചാലും അവൻ എന്തു പഠിക്കയില്ല? ഉത്തരം നീതി. യെശയ്യാവ് 26:10. ക്വസ്റ്റ്യൻ: ഉറീമും തുമ്മീമും വെളിപാടും സത്യവും വെക്കേണ്ടത് ഏതിനകത്ത്? ഉത്തരം ന്യായവിധി പതക്കത്തിനകത്ത്. പുറപ്പാട് 28:30. ക്വസ്റ്റ്യൻ: ഇരുട്ടിനേക്കാൾ അടുത്തിരിക്കുന്നതെന്ത്? ഉത്തരം വെളിച്ചം. ഇയ്യോബ് 17:12. താങ്ക്സ് ഫോർ വാച്ചിങ്.